ഹരേ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ 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 ഹരി ഹരി. രാമസീതാ തത്വമാണ്. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ കോമളകാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്രം തെളിഞ്ഞു കേട്ടീരുവിനെ വരും. രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷരാമാദിനാരായണൻ ലക്ഷ്മണനായ തനന്ദൻ ജനകജാം ലക്ഷ്മി ഭഗവതി ലോകമായ പരാം. മായാഗുണങ്ങളെ താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നത് ഈശ്വരനാജാനജൻ പരമാത്മാവു സാദരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനു ഭക്തിപ്രസന്നനായി മയദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കി കൊടുത്തരീ രാഘവൻ. പാന്തോനിധിമഥനീ പണ്ടുവന്ദനം പാതാളലോകം പ്രവേശിച്ചതൂ നേരം നിഷ്ഠൂരമായൊരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്നു ദൃഷ്ടിയായി മേത്തേറ്റമേൽ ചോണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാവുമീ രാഘവൻ. നിഹ്ലാദമോടു നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഖരങ്ങളെ കൊണ്ടു ഘോരനായൊരു ഹിരണ്യാകാശുഭൂതത്പുതൻ വക്ഷപ്രദേശ പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. ഉത്തരലാഭാട്ടമതിഥിയും ഭക്തി പൂണ്ടർശിച്ചു സാദരമർശിച്ച കാരണം എത്രയും കാരുണ്യമൂടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതീ ഭക്തനായോരു മഹാബലിയോട് ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം. സത്വരം വാങ്ങി മരുത്വാനുണലിയ ഭക്തപ്രിയനാം ത്രിവിക്രമനു ഇവൻ ധാത്രീ സുരദേശികളായി ജനിച്ചോരും ധാത്രീ പ്രതികൂലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീ സുതാവരനായി പിറന്നീടിനാൻ ധാത്രീഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രീഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദിനജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാതെ വേദാന്തവേദ്യൻ വരൻ നാരായണൻ പുരുഷോത്തമനവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹണാർത്ഥം വിപിനത്തിനു ദേവവിഷാർത്ഥം ഗമിക്കുന്നതിൻ കാരണം അന്ധരയല്ല കയ്യേകിയല്ലാരും ഭ്രമിക്കായ രാജാവുമല്ലല്ലോ. വിഷ്ണുഭഗവാൻ ജഗന്മയൻ മാധവൻ വിശ്വമായ മഹാമായാദേവി ജനകജ സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനുമരുൾ ചെയ്തു. രാമനെ കുറിച്ചും സുന്ദരിയായ സീതയെക്കുറിച്ചും ആലോചിച്ച് ആരും ദുഃഖിക്കണ്ട. അവരുടെ തത്വം ഞാൻ പറഞ്ഞു തരാം, സന്തോഷത്തോടെ കേട്ടുകൊള്ളുക. രാമൻ നാരായണനായ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. ലക്ഷ്മണനായി പിറന്നിരിക്കുന്നത് അനന്തനാണ്. സീതാദേവി പരാശക്തിയായ സാക്ഷാൽ ലക്ഷ്മീദേവിയാണ്. പരമാത്മാവ് മായാഗുണങ്ങളെ ആശ്രയിച്ച് വ്യത്യസ്ത ശരീരങ്ങൾ സ്വീകരിക്കുന്നു. രജോ ഗുണയുക്തനായി ബ്രഹ്മദേവന്റെ രൂപം ഭജിച്ച് ആ പരമാത്മാവ് തന്നെ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നു. സത്വഗുണപ്രധാനനായ മഹാവിഷ്ണുവായി ലോകരക്ഷ നടത്തുന്ന പരമപുരുഷൻ തന്നെ തമോ ഗുണത്തോട് ചേർന്ന് രുദ്രരൂപത്തില്
പാർവതി വല്ലഭനായിട്ട് സംസാര താണ്ഡവമാടുന്നു. വൈവസ്വത മനുവിന്റെ ഭക്തി കണ്ടിട്ട് സന്തുഷ്ടനായി മത്സ്യമായി അവതരിച്ച് ഹയഗ്രീവനെ വധിച്ചു. വേദങ്ങളെ തിരിച്ചെടുത്ത് ബ്രഹ്മദേവനെ ഏൽപ്പിച്ചത് ഈ രാമചന്ദ്രനാണ്. പണ്ട് പാൽക്കടൽ കടയുന്നതിനിടയിൽ പാതാളത്തിൽ ആണ്ടുപോയ മന്ദിരത്തെ കൂർമാകൃതിയിൽ വന്ന് മുതുകിൽ എടുത്തുയർത്തിയതും ഈ രാഘവൻ തന്നെ. ദുഷ്ടനായ ഹിരണ്യാട്ടിനെ വധിച്ച് തേത്തിയിൽ ഭൂമിയെ എടുത്തുകൊണ്ട് കാരണവാരിതിയിൽ കളിച്ചതും ഈ രഘുനന്ദനാണ്. പ്രഹ്ലാദനെ രക്ഷിക്കാനായി നരസിംഹരൂപം കൊണ്ട് അലറിച്ചാടി വന്ന് ഹിരണ്യകശിപുവിന്റെ മാറിടം കീറിപ്പിളർന്നതും സജ്ജനരക്ഷാ നിപുണനായി മഹാവിഷ്ണു തന്നെ. പുത്രനുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ അതിഥിയും കശ്യപനും കൂടി തപസ് ചെയ്ത് ആരാധിച്ചപ്പോൾ കരുണയോടെ അവളുടെ പുത്രനായ ഇന്ദ്രാനുജനായിട്ട് വാമനനായിട്ട് ജനിച്ച് ഭക്തനായ മഹാബലിയോട് യാചിച്ച് 3 ലോകങ്ങളും കൂടി 3 അടിയായി അളന്നു വാങ്ങി ഇന്ദ്രനും നൽകിയ ഭക്തപ്രിയനായ വിക്രമനും ഈ രാമദേവൻ തന്നെയാണ്. ബ്രാഹ്മണ വിരോധികളായി ജനിച്ച രാജകുലങ്ങളെ നശിപ്പിക്കാനായി ഭാർഗവരാമനായി ജനിച്ചതും ഈ രാഘവൻ തന്നെയാണ്. ഇപ്പോൾ മഹാവിഷ്ണു ദശരഥന്റെ പുത്രനായി ഭൂമിപുത്രിയുടെ ഭർത്താവായി രാക്ഷസവംശത്തെ നശിപ്പിച്ചു. ഭൂമിയുടെ ഭാരം തീർത്ത് ധർമ്മരക്ഷ ചെയ്യാനായിട്ട് അവതരിച്ചിരിക്കുന്നു. വേദാന്തവേദ്യനായ പരമപുരുഷൻ ദേവന്മാർക്ക് ഹിതം ചെയ്യുന്നതിനായി രാവണ വധത്തിന് വനത്തിലേക്ക് പോവുകയാണ്. ഇതിന് കാരണം മന്ഥരയല്ല, കൈകേയിയല്ല, രാജാവുമല്ല, സാക്ഷാൽ ജഗന്മാനായ മഹാവിഷ്ണു സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയായ മഹാമായയോടൊത്ത് സന്തോഷപൂർവ്വം പുറപ്പെട്ടതാണ്. ഇന്നലെ നാരദ മഹർഷി വന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അരുളി ചെയ്തു: നച്ചഞ്ചരാന്വയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നത് മൂലം ഗമിക്കുന്നു രാഘവനിന്നു വിഷാദം കളവിനെന്ന എല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേജി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമരാമേജി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ലതേ അല്ല കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നതൂ നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളല്ലാത്ത നിഷ്കളൻ നിർഗുണാത്മാരുകുസത്തമൻ നുനാതിരേക വിഹീനൻ നിരഞ്ജനാനന്ദപൂർണനന്ദനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിരുന്നു. ഭക്തജനാനാം വചനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ വിറനീരിനാൻ ഭൂതലേ. പംക്തിരതാം വിഷ്ണുസിദ്ധാർത്ഥമായി വന്നു പംക്തികണ്ഠൻ തന്നെ കൊന്നു ജഗത്രയം. പാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലിശമാരേ മനുഷ്യനായി ഈശ്വരൻ. രാമവിഷയമീ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവ വചനാമൃതം സേവിച്ചു രാമനെ നാരായണനെന്നറിഞ്ഞുടൻ. പൗരജനങ്ങളും പരമാനന്ദമായൊരു വാരാനിധിയിൽ മുഴുകിനാരേവരും. രാമസീതാരഹസ്യം മുഹൂരീതിശമാമോദപൂർവം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കലുറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചെന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ. രാമതത്വം പരമോപദേശം ചെയ്തു താപവും ചെയ്തു പൗരജനങ്ങൾക്കു താപസചേട്ടനും സമോദാലിരുന്നള്ളി. അങ്ങനെ രാക്ഷസ വംശത്തെ നശിപ്പിക്കാനായിട്ട് ഞാൻ തീർച്ചയായും നാളെ വനത്തിലേക്ക് പുറപ്പെടും. അതുകൊണ്ട് ശ്രീരാമൻ പോവുകയാണ്. രാമനെ ചിന്തിച്ച് ആരും ദുഃഖിക്കണ്ട. എല്ലാവരും രാമ രാമ എന്ന് ജപിക്കുവിൻ. നിത്യവും രാമ രാമ എന്ന് ജപിക്കുന്ന മനുഷ്യന് മൃത്യുഭയം പോലും ഉണ്ടാവുകയില്ല. മാത്രമല്ല മുക്തി ലഭിക്കുകയും ചെയ്യുമെന്ന് തീർച്ചയാണ്. സുഖദുഃഖാദികൾക്കും അതീതനായ നിഷ്കളനും നിർഗുണാത്മാവും ആനന്ദസ്വരൂപനുമായ ഭഗവാൻ ശ്രീരാമചന്ദ്രനും ദുഃഖാദികൾ എങ്ങനെ ഉണ്ടാകുന്നു? ഭക്തജനങ്ങൾക്ക് ഭജിക്കാനായി ഭക്തപ്രിയനായ ഭഗവാൻ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. ദശരഥന്റെ അഭീഷ്ടപ്രാപ്തിക്ക് വേണ്ടിയും രാവണനെ വധിച്ച് 3 ലോകങ്ങളെയും രക്ഷിക്കാനായി
മഹാവിഷ്ണു മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു. ശ്രീരാമനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വിധത്തിൽ വാമദേവൻ പറഞ്ഞു നിർത്തി. വാമദേവന്റെ വചനാമൃതം പാനം ചെയ്ത് ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണെന്നറിഞ്ഞ പൗരന്മാര് ആനന്ദക്കടലിൽ ആറാടി. ഈ വിധമുള്ള ശ്രീരാമ സീതാരഹസ്യം ആനന്ദത്തോടെ ധ്യാനിക്കുന്നവർക്കൊക്കെ ശ്രീരാമനിൽ അടിയുറച്ച ഭക്തി ഉണ്ടാകും. അവരുടെ കഷ്ടപ്പാടുകൾ ഇല്ലാതാകും. പരസ്യമാക്കാൻ പാടില്ലാത്തതും പാവനാശവനുമായ ഈ രഹസ്യം നിങ്ങൾ ശ്രീരാമനോട് പ്രിയമുള്ളവരാണല്ലോ എന്നോർത്ത് ഞാൻ ഉപദേശിച്ചു തന്നു. ജനങ്ങളുടെ ദുഃഖമൊടുങ്ങി താപശ്രേഷ്ഠനായ വാമദേവൻ തിരിച്ചെഴുന്നള്ളി. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിലെ സൗമിത്രിയും ജനകാത്മകയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങളെ താതനാജ്ഞാപിക്ക വേണ്ടതു വൈകാതെ. ഇഷ്ടവാക്യം കേട്ടുകയ്യേ ഈ സാദരം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കു മനുജനും ക്ഷീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ വേട്ടിച്ചു രാഘവൻ വന്യജീരങ്ങൾക്ക് പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരാലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണന്താനും ഉടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുരാൻ. പക്ഷമെന്തുള്ളിലെന്നുള്ള അറിവാനായി തട്ടണേ ലജ്ജയാ ഭർത്തുമാത മുഖാമുഖം. ഗുണമായി നോക്കിനാൾ എങ്ങനെ ഞാനിതു ഗാഠമുടുക്കുന്നതെന്നുള്ള ചിന്തയാം. മംഗളദേവതാ വല്ലവൻ രാഘവാനിങ്കിലജ്ഞൻ തഥാ വാങ്ങിപ്പരുഷമാം. വൽക്കലം ദിവ്യാംബരോപരി വീക്ഷിച്ചു സൽക്കാരമാനം കലർന്നു നിന്നേരിനാൻ. പിതാവിൻ്റെ വാസസ്ഥലത്തെത്തിയ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ദുഃഖമില്ലാതെ കൈകേയി മാതാവിനോട് പറഞ്ഞു, അമ്മേ, അവിടുന്ന് മനസ്സിലെ ദുഃഖം വെടിഞ്ഞാലും ലക്ഷ്മണനും സീതയും ഈ ഞാനും സന്തോഷത്തോടെ പോകാനൊരുങ്ങി കഴിഞ്ഞു. ഇനി അച്ഛൻ ഖേദമില്ലാതെ ഞങ്ങളെ പോകാൻ ആജ്ഞാപിക്കുകയേ വേണ്ടു. തനിക്ക് പ്രിയമായ വാക്കുകൾ കേട്ടിട്ട് കയ്യെ സംഭ്രമത്തോടെ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. എന്നിട്ട് ശ്രീരാമനും സീതയ്ക്കും ലക്ഷ്മണനും അവർ മരവുരി നൽകി. ശ്രീരാമൻ സാധാരണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് മരവുരി വാങ്ങി ധരിച്ചു. ലക്ഷ്മണനും മരവുരി ഉടുത്തു കഴിഞ്ഞപ്പോൾ സീതാദേവി മരവുരി കയ്യിലേറ്റിക്കൊണ്ട് ദുഃഖത്തോടെ ഭർത്താവിൻ്റെ അഭിപ്രായം അറിയാനായിട്ട് ലജ്ജയോടെ ശ്രീരാമന്റെ നേർക്ക് ഒളിക്കണ്ണിട്ട് നോക്കി. താൻ ഇത് എങ്ങനെ ഉടുക്കും എന്ന ചിന്തയിലായിരുന്നു ദേവി. ലക്ഷ്മി വല്ലഭനായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതയുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കിയിട്ട് ആ പരുപരുത്ത മരമുരിയെ വാങ്ങി പട്ടുവസ്ത്രത്തിൻ്റെ മുകളിലായി ചുറ്റി അണിയിച്ച് അനുമോദനപൂർവം അനുമാദനഭാവം പ്രകടിപ്പിച്ചു. എന്നതു കണ്ടോരു രാജരാജ്യങ്ങളോ മഞ്ഞരായുള്ള ജനങ്ങളുമൊക്കെ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളീരും വസിഷ്ഠ മഹാമുനി കോപേന ഭർഷിച്ചു കൈകേയി തന്നോടു താപേന ചൊല്ലിനാൻ എന്തിതു തോന്നുവാൻ. ദുഷ്ടേ നിശാചരീ ദുർവൃത്തമാനത്തെ കഷ്ടമോർത്തോളം കഠോരശീലേഖലെ യാവൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകീ ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയെന്തൊരു കാരണം. ഭക്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത കാത്രിയാ ദിവ്യാംബരം കൊണ്ടനുഗമിച്ചേരുവാം. കാനന ദുഃഖ നിവാരണാർത്ഥം പതി മാനസവും ലഭിപ്പിച്ചു സദാകാലം. ഭർത്തൃ ശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാ ചരിച്ചീരു എന്നേ വരൂ. ഇത് കണ്ടിട്ട് അന്തപുരാകരമാരും മറ്റുള്ള ആളുകളുമെല്ലാം വാർത്തലച്ച് നിലവിളിക്കുന്നത് കേട്ട് വസിഷ്ഠ മഹർഷി കോപത്തോടും ദുഃഖത്തോടും കൂടി കൈകേയിയോട് പറഞ്ഞു, ദുഷ്ടേ രാക്ഷസി, നിനക്കിങ്ങനെ തോന്നാൻ എന്തേ കാരണം? ദുർനടപടിക്കാരി ക്രൂരേ ദുഷ്ടേ, രാമൻ വനത്തിന് പോകണമെന്ന വരമാണല്ലോ നീ ആവശ്യപ്പെട്ടത്. സീതാദേവിക്ക് മരവുരി നൽകാൻ നിനക്ക് തോന്നിയത് എന്തുകൊണ്ട്? പതിവ്രതയും ഭക്തയുമായ സീത ഭർത്താവിനോടൊപ്പം പോകുമ്പോൾ സർവാഭരണങ്ങളും അണിഞ്ഞ് നല്ല വസ്ത്രങ്ങൾ ധരിച്ചു തന്നെ യാത്ര ചെയ്യട്ടെ. വനവാസത്തിലെ ദുഃഖങ്ങൾ ഇല്ലാതാക്കാനായി ഭർത്താവിൻ്റെ മനസ്സിനെ ആനന്ദിപ്പിച്ച് നിരന്തരം പതിയെ ശുശ്രൂഷിച്ചുകൊണ്ട് വേർപിരിയാതെ ശുദ്ധ മനസ്സോടെ അനുഗമിച്ചാൽ മതി. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സുമന്ത്രരോടേവ മരുൾ ചെയ്തു.
രാജയോഗ്യം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം. ഇച്ഛമുക്വാ രാമഭക്താബ്ജുജംബുജം വാർത്തു പുത്രാ ഹാ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാംഗ ഹാ മമ പ്രാണസമാന മനോഹരാം. ദുഃഖിച്ചു ഭൂമിയിൽ വീണു ദശരഥ ഉൾക്കാൻ വഴിഞ്ഞു കരയുന്നതു നേരം തേരുമൊരുമിച്ചു നിർത്തി സുമന്ധരനും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേറുക സീതേ, വിരവിൽ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാളിന്ദിനാ വല്ലഭനാകിയ രാമനും മാനസേ ഗീതം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പരീക്ഷണവും ചെയ്തു താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ. ബാണചാപാസി തുണീരാദികളെല്ലാം കൈക്കൊണ്ടു വന്നിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ധരരുമാകുനാൾ ദുഃഖേന് തേർ നടത്തിയിടിനാൻ ഭൂപനും. നിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും ഗച്ഛേദീവേ കാലരുൾ ചെയ്തിരു നിശ്ചലമായിതു ലോകവും അന്നേരം. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിരു മുതലേ. ശ്രീബാലബുദ്ധാവതി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ഠ പ്രഭോ രാമാദയാനിനെ, ദൃഷ്ടിക്കമൃതമായ ഒരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയിതല്ലോ മമതയുമേ. ഇത്തരം ചൊല്ലി വിലാപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാൻ. വസിഷ്ഠൻ ഇങ്ങനെ പറയുന്നത് കേട്ട് നമസ്കരിച്ച് ദശരഥൻ സുമന്ത്രനോട് പറഞ്ഞു, രാമചന്ദ്രന്റെ യാത്രയ്ക്ക് വേണ്ടി രാജകീയമായ രഥം ഉടനെ ഏർപ്പാട് ചെയ്യുക. ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രീരാമൻ രാമന്റെ മുഖകമലം നോക്കി, മകനെ രാമ, ലക്ഷ്മണ, സീതയെ രാമ എന്നെല്ലാം വിളിച്ചു കരഞ്ഞുകൊണ്ട് ഭൂമിയിൽ വീണുരുണ്ടു. അപ്പോഴേക്കും സുമന്ത്രൻ തേര് കൂട്ടിക്കൊണ്ടുവന്നു. ഭഗവാൻ ശ്രീരാമൻ പറഞ്ഞു, സീതയെ വേഗം തേരിൽ കയറൂ, ഇനി നേരം പാഴാക്കണ്ട. ഉടനെ സീത തേര് കയറി. ശ്രീരാമൻ പിതാവിനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചിട്ട് താണു തൊഴുതുകൊണ്ട് രഥത്തിൽ കയറി. ലക്ഷ്മണൻ അമ്പും വില്ലും വാളും മാവതാടിയുമെല്ലാം ധരിച്ചുകൊണ്ട് തേരിൽ കയറി. ദുഃഖത്തോടെയാണെങ്കിലും സുമന്ത്രർ തേർ ഓടിച്ചു. ദശരഥൻ നിൽക്ക് നിൽക്ക് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ പോകട്ടെ പോകട്ടെ എന്ന് ശ്രീരാമൻ സുമന്ത്രരോട് പറഞ്ഞു. ലോകരെല്ലാം ശബ്ദരായി നിന്നു. മന്നവൻ താനും ചിരം വിലാപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാവുലാൽ. പിന്നെയൊരുത്തിരി കൊണ്ടുപോയി ശ്രീരാമൻ തന്നെ മാതൃകേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്ന തില്ലെന്നു നിർണയം എന്നതു കേട്ടോരു ബുദ്ധജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയതിനാണ് അന്നേരം. വന്നോരു ദുഃഖേന മോഹിച്ചു വീണിതു. പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ. ഭിന്നനായി വീവുന്ന കൗസല്യ തന്നോടും രാമനും തമസാ നദി തന്നുടെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖം. പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിയാൻ. ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായി ഓരോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുനാൽ. പൗരജനങ്ങളും ചെന്നരികെ പൂക്കു ശ്രീരാമനെയും കൊണ്ടുപോയി കൂടാകിൽ. കാനനവാസം നമുക്കുമെന്നേ വരൂ മാനസത്തിങ്കൽ ഉറച്ചു മരുവിനാൻ. പൗരജനത്തിൻ പരിദേവനം കണ്ടും ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു. ശ്രീരാമദേവൻ അകന്നകന്നു മറഞ്ഞപ്പോൾ രാജാവ് ബോധക്കെട്ട് വീണു. സ്ത്രീകളും കുട്ടികളും ബുദ്ധന്മാരും ഉൾപ്പെടെയുള്ള പൗരജനങ്ങള് ദുഃഖം സഹിക്കാനാവാതത്തിൽ വിളിച്ചു, പ്രഭോ രാമചന്ദ്ര നിൽക്കൂ, ദയാമയാ നിൽക്കൂ. കണ്ണുകൾക്ക് അമൃതമായ അങ്ങയുടെ തിരുവള്ളിൽ കാണാതെ ഞങ്ങൾ ഇങ്ങനെ ജീവിക്കും. ദൈവമേ, ഞങ്ങളുടെ പ്രാണൻ നഷ്ടപ്പെടുന്നല്ലോ എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാവരും തേരിന്റെ പിന്നാലെ നടന്നു. വളരെ നേരം നിലവിളിച്ചു കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ദശരഥൻ പരിചാരകന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ എടുത്ത് ശ്രീരാമന്റെ മാതാവായ കൗസല്യയുടെ ഗൃഹത്തിലാക്കുക. രാമനെ പിരിഞ്ഞ് ഞാൻ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ലെന്നുള്ളത് ശിക്ഷയാണ്. അത് കേട്ടിട്ട് ഭക്തന്മാർ രാജാവിനെ എടുത്ത് കൗസല്യയുടെ ഭവനത്തിലാക്കി. അപ്പോൾ രാജാവ് വീണ്ടും മോഹാത്സര്യപ്പെട്ടു വീണു. പിന്നീട് ഉണർന്നപ്പോൾ ദുഃഖിതയായി അരികച്ചിരിക്കുന്ന കൗസല്യയോടൊപ്പം രാജാവ് കരഞ്ഞു തുടങ്ങി.
സന്ധ്യയോടെ തമസാണ് നദിയുടെ തീരത്തെത്തിയ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അന്ന് അവിടെ വസിച്ചു. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നിരാഹാരനായി സീതയോടൊപ്പം ഒരു മരച്ചുവട്ടിൽ കിടന്നുറങ്ങി. അമ്പും വില്ലും ധരിച്ച ലക്ഷ്മണൻ അടുത്തായി തന്നെ സുമന്ത്രരോട് ദുഃഖകഥകൾ പറഞ്ഞുകൊണ്ട് കാവൽ നിന്നു. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ തിരിച്ചു നഗരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ നമുക്കും വനവാസം മതി എന്ന് തീരുമാനിച്ച പൗരന്മാര് രാമന്റെ സന്നിധിയിൽ തന്നെ രാത്രി കഴിച്ചുകൂട്ടി. പൗരജനങ്ങളുടെ കരച്ചിൽ കണ്ട് ശ്രീരാമൻ വിചാരിച്ചു, ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു, സൂര്യാനുദിച്ചാളയക്കയുമില്ലവൻ, കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവൻ, ഏതം കലർന്നു തളർന്നുറങ്ങുന്നിതു, ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുമ്പേ, പോകനാമിപ്പോഴേ കൂട്ടുകാതേരുന്നു. രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ചിതന്നേരം. രാഘവന്മാരും ജനകാതനൂജയും തേരിലേറിയിടിനാലേതുമറിഞ്ഞില്ല. പൗരജനങ്ങൾ അന്നേരം സുമന്ത്രരും തെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത. തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റെന്നാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടീല രാമനെയെന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരം പൂക്കുമേവിനാൻ. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനുദിനം. പുത്രമിത്രാദികളോടും ഇടചോർന്നു ചിത്തശുദ്ധ്യാവസിച്ചീരിനാദേവരും. മംഗളദേവതാ വല്ലവൻ രാഘവൻ ഗംഗാതടം പൂക്കു ജാനകി തന്നോടും മംഗളസ്നാനവും ചെയ്തു സാനുജം സിംഗിവേരാ വിദുരേ മരുവീഴിനാൻ. ദാശരഥിയും വിദേഹതനുജയും സിംശവാമൂലേ സുഖേന വാണീടിനാൾ. സൂര്യോദയമായാൽ ഈ നാളുകൾ നമ്മെ വിട്ടുപിരികയില്ല. അപ്പോൾ ഒപ്പമുണ്ടായാൽ കാര്യങ്ങളെല്ലാം തടസ്സപ്പെടും. ഇപ്പോൾ ദുഃഖിതനായി ഇവർ തളർന്നു കിടന്നുറങ്ങുകയാണ്. ഇനി ഇവർ ഉണരുന്നതിന് മുമ്പേ ഇവിടം വിട്ടു പോകണം. ഉടനെ തേരുപൂട്ടാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞതനുസരിച്ച് സുമന്ത്രർ തേരൊരുക്കി കൊണ്ടുവന്നു. രാമലക്ഷ്മണന്മാരും സീതാദേവിയും തേരിലേറി. പൗരന്മാരാരും അറിയുകയില്ല. കുറേ ദൂരം അയോധ്യയുടെ നേരത്തെ തേരോടിച്ചു. വീണ്ടും യാത്ര തെക്കേ ദിക്കിലേക്ക് തിരിച്ചുവിട്ടു. ശ്രീരാമന്റെ ചുറ്റുമായി കിടന്നുറങ്ങിയിരുന്ന പൗരന്മാർ അടുത്ത ദിവസം രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ ഭഗവാൻ ശ്രീരാമനെ കാണാനും കരഞ്ഞുകൊണ്ട് നഗരത്തിലേക്ക് തിരിച്ചുപോയി. സീതാലക്ഷ്മണ സമേതനായ ശ്രീരാമനെ നിരന്തരം ചിന്തിച്ച് ദുഃഖിതരായി. അവർ മനഃശുദ്ധിയോടെ കുടുംബാംഗങ്ങളോട് ചേർന്ന് വസിച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ഗംഗാതീരത്തെത്തി. ഗംഗാനദിയിൽ അവർ സ്നാനം ചെയ്തു. പിന്നീട് ശൃംഗിവേരപുരത്തിനടുത്ത് വന്നെത്തി. സീതാരാമന്മാര് അവിടെ ഒരു ശിംശിവാ വൃക്ഷച്ചുവട്ടിൽ സുഖമായി വസിച്ചു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ.